ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസത്തെ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഇൻസൈഡർ ക്യാൻഡിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്കുക, ഇതേപോലത്തെ നല്ലൊരു കറക്ഷന് ശേഷം ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് ഒരു ഇൻസൈഡർ ക്യാൻഡിൽ അടുത്ത ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു റാലിയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അടുത്ത ദിവസത്തെ ട്രേഡ് ഏത് ഡയറക്ഷൻ ആണ് സെറ്റ് ചെയ്യുന്നുള്ളതനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ മൂവ്മെന്റ് ആ ഡയറക്ഷനിലേക്ക് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ക്യോഷനാണ് ഇന്നത്തെ ട്രേഡ് നമുക്ക് തരുന്നത്. നിഫ്റ്റിയിലെ ചില ന്യൂസുകളെല്ലാം ബുള്ളിഷാണ്, അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബുള്ളിഷ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഇവിടെ കൂടുതലാണ്. ഒപ്പം തന്നെ നോക്കിയാൽ നല്ലൊരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തിട്ടാണ് നിഫ്റ്റി ഇന്നത്തെ ട്രേഡ് ഒരു ഇൻസൈഡർ ക്യാൻഡിലായിട്ട് നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ട്രേഡ് നമ്മൾ 50 മിനിറ്റ് ക്യാൻഡിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് മുഴുവൻ ദിവസവും നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നടത്തിയിരുന്നത് എന്ന് കാണാൻ കഴിയും. ചെറിയൊരു വോളറ്റാലിറ്റിയും അതിനുണ്ടായിരുന്നു. നമ്മുടെ ട്രേഡിംഗ് പ്ലാനിനെ അനുസരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെറിയ 2 ട്രേഡിംഗ് അവസരങ്ങൾ കിട്ടിയിരുന്നു. ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈയിങ്ങിനും അതേപോലെ തന്നെ ഇവിടെയും ഒരു കോൾ ഓപ്ഷൻ ബൈയിങ്ങിനുള്ള അവസരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ ഇന്നത്തെ ട്രേഡിൽ കൃത്യമായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഒന്ന് പരിശോധിക്കുക. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് കോൾ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡ് പ്രീമിയം വർധനവ് വളരെ ദുർബലമായിട്ടാണെന്ന് കാണാം. അതേസമയം പുട്ട് സൈഡ് അതിൻ്റെ പ്രീമിയം DK ആയിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണെന്നുള്ളതും കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിഫ്റ്റിയുടെ വോളറ്റാലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ഏതാണ്ട് 30-നടുത്ത് ചെന്നതിന് ശേഷം ഏതാണ്ട് 28.14 അന്ന് ക്ലോസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ നല്ല രീതിയിൽ വോളറ്റാലിറ്റി വർദ്ധിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിൽ നിന്നും ഒരു സൈഡ് വേസ് മൂവ്മെന്റിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ വോളറ്റാലിറ്റി ഷ്രിങ്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും പ്രീമിയത്തിന്റെ മൂവ്മെന്റിനെ നല്ല രീതിയിൽ ബാധിക്കും. പ്രീമിയം DK ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് നടത്തിയതുകൊണ്ട് കോൾ ബൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടുന്നതിനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. ഇൻട്രാഡേ ബേസിൽ മൂവ്മെന്റ് ചെറുതായിട്ട് കിട്ടി ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആളുകൾ ഒരുപക്ഷെ ചെറിയ രീതിയിലെങ്കിലും നേട്ടം ഉണ്ടാക്കി കാണും. ഇത് ഹോൾഡ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യമായിട്ടുള്ള ഒരു നേട്ടത്തിലല്ലായിരിക്കാം അവരുടെ ട്രേഡ് അവസാനിച്ചത്. എന്നാൽ നേരെ മറിച്ച് മാർക്കറ്റ് താഴുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ന് ഇൻട്രാഡേയിൽ പുട്ട് ബൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള നഷ്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെനാരിയോ ആണ് ഇതിന് കാരണമായിട്ട് തീരുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്, ഇന്ത്യ വിക്സ് 28.14 നിന്ന് ഏതാണ്ട് 25.65 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് നല്ല രീതിയിലുള്ള ഒരു ഷ്രിങ്കിങ് ഇന്ത്യ വിക്സിന് സംഭവിച്ചിട്ടുണ്ട്. ഇൻട്രാഡേയിൽ ഏതാണ്ട് 10% തന്നെ ഇന്ത്യ വിക്സ് താഴേക്ക് മൂവ് ചെയ്തിരുന്നു. ഫ്രണ്ട്സ്, ഇത്തരത്തിൽ വോളറ്റാലിറ്റി ഉയർന്നു നിൽക്കുന്ന അവസരങ്ങളിൽ ഓപ്ഷൻ ബൈയിങ് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. നേരെ മറിച്ച് ഓപ്ഷൻ സെല്ലിങ്ങിൽ നല്ല രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് അല്ലെങ്കിൽ വോളറ്റാലിറ്റി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസരത്തിൽ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഇന്നത്തെ FII-DAI ട്രേഡിംഗ് ആക്ടിവിറ്റി നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് ഒരു കോഷനോട് കൂടിയുള്ള മൂവ്മെന്റ് ആണ്. FII 125.15 കോടി രൂപയുടെ നെറ്റ് പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. അതേസമയം 194.88 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് DAS ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിക്ക് 14,554, 14,639 നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോണായിട്ടും 14,919, 15,010, 15,078 റീജിയനുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി കാണും. നാളെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ നടത്തിയാൽ മാത്രമേ നമുക്ക് നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 14,639 സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്നൊരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു കോൾ ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. ഈ റീജിയനിൽ നിന്നുള്ള റിജക്ഷൻ അതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആണെങ്കിൽ തന്നെയും അത് ബ്രീച്ച് ആവാനും 14,919 അതിന് തൊട്ട് മുകളിലേക്ക് 15,010 ലെവലുകളിലേക്ക് ഒരുപക്ഷെ ആ ട്രേഡ് എത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ നടത്തുന്നതെങ്കിൽ 14,919 അല്ലെങ്കിൽ 15,010 ഈ റീജിയനുകൾക്കുള്ളിൽ നിന്ന് താഴേക്ക് മൂവ്മെന്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് സംഭവിച്ചാൽ 14,784 അടുത്തേക്കെങ്കിലും ആ മൂവ്മെന്റ് എത്തിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നാളെ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നിഫ്റ്റി തുടർന്നാൽ നമ്മൾക്ക് ഓപ്ഷൻ ബൈങ്ങിനേക്കാളും സെല്ലിങ്ങിനായിരിക്കും കൂടുതലായിട്ടുള്ള അവസരങ്ങൾ കിട്ടുക. ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു സൈഡ് വേസ് മൂവ്മെന്റ് തന്നെയായിരുന്നു. നമ്മുടെ ട്രേഡ് പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ ഒരു കോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വളരെ കുറവായിരുന്നു. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കുറഞ്ഞതായിരുന്നു.
ബാങ്ക് നിഫ്റ്റിക്ക് 34,658 982 ലെവലുകളിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടും 35,810 36,489 റീജിയനുകളിൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ബ്രേക്കപ്പ് മൂവ്മെൻറ്റ് നടത്തുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ റിട്രേസ്മെൻറ്റ് എവിടെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. റിട്രേസ്മെൻറ്റിന് ശേഷം മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. 35,810 ആയിരിക്കും നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ്. നിഫ്റ്റി ഇന്നുണ്ടാക്കിയ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്ന പക്ഷം ആ മൂവ്മെൻറ്റ് 36,489 എത്തുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞുള്ള മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുക. 34,982 ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സപ്പോർട്ടായിട്ട് എടുക്കുന്ന പക്ഷം നമ്മളവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈയിങ് അവസരമായിട്ടാണ് അതിന് എടുക്കേണ്ടത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് റേഞ്ച് ആണെങ്കിലും അത് ബ്രീച്ച് ആവാനും 35,810 ആ മൂവ്മെൻറ്റ് മിനിമം എത്തുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 34,982 താഴേക്കൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ്ങിനുള്ള സാധ്യത അവിടെ തേടരുത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് 34,658 അതിന് സപ്പോർട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനോ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് നമുക്ക് അവിടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും നാളെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓപ്ഷൻ സെൽ ചെയ്യുന്നതാണ് ഗുണകരമായി തീരുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം കിട്ടുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്